ഹലോ, ഇതെൻ്റെ പുതിയ ഓഫീസാണ്. കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തേക്കാം. ഇത് ആദ്യം നമ്മൾ പോയ ഓഫീസിൻ്റെ ബ്രാഞ്ചാണ്. പുതിയ ബ്രാഞ്ച് ആയതുകൊണ്ട് ഇത് ഫേർണിഷിംഗ് പോലും ചെയ്തിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ട് നമുക്കവിടെ വർക്ക് ചെയ്യാൻ കിട്ടി. പിന്നീടാണ് ഇതെല്ലാം ചെയ്ത് വന്നത്. അങ്ങനെ എൻ്റെ ദിവസങ്ങൾ വളരെ സമാധാനപരമായി പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ KGF റിലീസാവുന്നു. എനിക്ക് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയ ഒരു ഫിലിമാണിത്. ഭയങ്കര സന്തോഷം. ഇതുണ്ടോ, ഇത് ഫയർ നിഷ് എന്ന് പറയും കേട്ടോ. ഇത് തീയാണ് വരുന്നത്. മറ്റേ നമുക്ക് റൂമിനുള്ളിൽ വെക്കുന്നതാണ്, ഇലക്ട്രിക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് ശരിക്കുള്ള തീയല്ല, വെറുതെ കാണിച്ചതേ ഉള്ളൂ. ഇത് ഡ്രാഗൺ മാർട്ടാണ്. ഇവിടുത്തെ ഇന്റർനാഷണൽ സിറ്റിയിലുള്ള ഡ്രാഗൺ മാർട്ട് 1 ഉണ്ട്, 2 ഉണ്ട്. ഒരു ചൈന പ്രോഡക്ട്സിൻ്റെ ഒരു കേന്ദ്രമാണ്. എല്ലാം ഒരു ചൈനാമയമുണ്ട്, ഒരു ചൈന ടച്ച് ഉണ്ടാവും. അതിൻ്റെ ഒരു തീമിലാണ് ഫുള്ള് മോളുള്ളത്. ഇവിടെ തന്നെയാണ് തിയേറ്റർ ഉള്ളത്. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സിനിമ കാണാൻ വരുന്ന ഒരു ഹാപ്പിയിലാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഹായ്, അടിപൊളി. അങ്ങനെ ടിക്കറ്റ് കിട്ടി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പടം കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഈ തിയേറ്ററിൽ നമുക്ക് ഫുഡൊന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. ഇവിടെ സ്ട്രിക്ട്ലി അങ്ങനെ തന്നെയാണ്. അങ്ങനെ പക്ഷേ ഇവിടെ ആരും ഇല്ല. വന്നപ്പോഴത്തേനും കുറേ ടൈം കഴിഞ്ഞാണ് കണ്ടത്. ഞാൻ ആദ്യമേ കയറി, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നേ ഉള്ളൂ. അധികം അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല തിയേറ്ററിൽ. നല്ല ഫ്രീ ആയിട്ടിരുന്ന് കാണാൻ പറ്റി. വലിയ തിയേറ്ററാണ്, നല്ല അത്യാവശ്യം തണുപ്പുമായിരുന്നു. അങ്ങനെ ആ പടം കണ്ടു. തിരിച്ച് റൂമിലെത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, മിക്കപ്പോഴും ചായ കുടിക്കാൻ പോവുക. പിന്നെ താഴെ കുട്ടികളുടെ പാർക്കുണ്ട്, അവിടെ പോയി നാണല്ലാണ്ട് വലിച്ചേറി ഊഞ്ഞാലാടുക. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഹോബി. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സന്തോഷം കണ്ടെത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റൂം മാറാനുള്ള സമയമായതാണ്. ബർഡ് സ്പേസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അവിടെ നിന്ന് പിന്നെ പാർട്ടീഷനിലേക്ക് മാറി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വെളിയിൽ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ആവശ്യമുള്ള നമ്പറുകളൊക്കെ എടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ തപ്പി ഒരു പാർട്ടീഷൻ കണ്ടുപിടിച്ചു. ഇതിലൊക്കെ ഒരു പാർട്ടീഷൻ എന്ന് വിളിക്കാവോന്ന് എനിക്കറിയില്ല. ചെറിയ ഓലമടഞ്ഞ സംഭവം വെച്ചിട്ട് മറച്ചിരിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കട്ടിൽ അവർ ഇട്ട് തരും. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ബങ്ക് ബെഡായിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ബെഡില്ലാണ്ട് താഴെ തന്നെ നമുക്ക് കട്ടിലില്ലാണ്ട് ബെഡ് താഴെ തന്നെ ഇടുന്നതുകൊണ്ട്. അപ്പം ഞാൻ അതാണ് ചൂസ് ചെയ്തത്. ഇപ്പം ജനലുള്ളത് എൻ്റെ തൊട്ടപ്പുറത്തെ വേറൊരു പാർട്ടീഷൻ, അവിടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു സിംഗിൾ പാർട്ടീഷൻ എടുത്തു. ഇപ്പോൾ ഈ കാണുന്നത്, ഇപ്പം അതെന്തായാലും ഫിക്സ് ചെയ്തു. വേറെ ടൈമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ പക്ഷേ അധികം നാൾ ഇവിടെ നിൽക്കേണ്ടി വന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് നല്ല ദൂരമാണ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നേരെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അതാണ് കരാമ ADCB അഥവാ കരാമയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ കരാമയിലുള്ള എൻ്റെ ലൈഫ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശരിക്കും ഒരു കരാമയിലേക്ക് വന്നില്ല, വേറൊരു ഭാഗത്താണ്. അതും പാർട്ടീഷനാണ്. അവിടെ ഫിക്സഡ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. അപ്പം വെട്ടമൊക്കെ വെളിച്ചമൊക്കെ നല്ലോണം കാണാൻ പറ്റുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എയർ സർക്കുലേഷനൊന്നും ഇല്ല. അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ ഖരാമയുടെ ഒരു ഭാഗത്താണ് എത്തിയത്. അവിടെ വലിയൊരു ബിൽഡിങ്ങിനകത്തായിരുന്നു നമ്മുടെ പാർട്ടീഷൻ ഉണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ആ ഒരു ചെറിയ ഇതിന് ഇച്ചിരി കൂടെ വലിയൊരു ഭാഗത്താണ് എത്തിയത്. ഒരു റൂം എത്തി. അവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള നല്ല സ്പേസ് ഒക്കെ കിട്ടി. എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റി. നല്ല രസമുണ്ട്. വലിയ ഗ്ലാസ് ഉണ്ട്, എല്ലാം കാണാൻ പറ്റും. പക്ഷേ എയർ സർക്കുലേഷൻ ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ AC ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഫാനുണ്ട്, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ ഓഫീസ് ഉണ്ടായിരുന്ന അൽബരാറി ഭാഗത്താണ്. അവിടെ ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാർ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനി. അത് ഭയങ്കര സുഖമായിരുന്നു. ടൈം ടു ടൈം വർക്ക്. നമ്മൾ രാവിലെ വരുന്നു, വണ്ടിയിൽ കയറുന്നു, പോകുന്നു, വരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നും എനിക്ക് മോചനം കിട്ടി. എനിക്ക് PC കിട്ടി, വലിയ PC കിട്ടി. അങ്ങനെ എൻ്റെ ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു.